CMRനെതിരായ ED അന്വേഷണം തുടരാം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ശ്രദ്ധേയമായ ഉത്തരവ് വരുന്നു. EDക്ക് അന്വേഷണവുമായി മുന്നോട്ടു പോകാം. SFIOയുടെ കംപ്ലൈന്റിൽ ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ഇല്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് CMRL ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരുന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും സുപ്രധാനമായ ഉത്തരവ് വരുന്നു. CMRLനെതിരായിട്ടുള്ള ED അന്വേഷണം തുടരാം. വീണ ടിക്കും CMRLനും ഇപ്പോൾ തിരിച്ചടിയാണ്. ED അന്വേഷണം തുടരാം എന്ന വിധി വരുന്നു. നേരത്തെയുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി ശരിവെച്ചുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് കൂടി ഇപ്പോൾ എത്തുന്നു. CMRL ഏറ്റവും മുതിർന്ന ഒരു അഭിഭാഷകനെ, സിദ്ധാർത്ഥ് ലുത്രയാണ്, സുപ്രീം കോടതിയിൽ മുതിർന്ന അഭിഭാഷകനെയാണ് തങ്ങൾക്ക് വേണ്ടി ഹാജരാക്കിയതെങ്കിലും പക്ഷേ CMRLന് തിരിച്ചടിയാണ്. EDക്ക് ക്ലീൻ ഒരു പച്ചക്കൊടി കാട്ടുകയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും. തിരിച്ചടിയായിട്ട് മാറുന്നു. ഇതുവരെ ശ്യാം ദേവരാജുണ്ട്. ശ്യാം ദേവരാജ്, CMRLന് തിരിച്ചടിയാണ്, വീണ ടിക്കും എന്ന് പറയേണ്ടി വരുമല്ലേ? അങ്ങനെ തന്നെയാണ്. CMRL എക്സാലോജിക് കരാറിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടരാം എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ ഇടക്കാല ഉത്തരവാണ് CMRL ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ആ ഇടക്കാല ഉത്തരവ് നൽകാൻ ഹൈക്കോടതി വിസമ്മതിക്കുകയാണ്. പക്ഷേ ഈ ഹർജിയിൽ ഒരുപക്ഷെ ഇന്ന് തന്നെ വാദം കേട്ട് തീരുമാനമെടുക്കാം, അന്തിമമായ തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തടയണം, സ്റ്റേ ചെയ്യണം എന്ന ആവശ്യമാണ് CMRL ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. പക്ഷേ സ്റ്റേ നൽകില്ല, ഇടക്കാല ഉത്തരവ് നൽകില്ല എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു. വിധി പറയുമെന്ന് പറയുന്നുണ്ടോ? ഇന്ന് തന്നെ വിധി പറയുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടില്ല. ഇന്ന് തന്നെ വാദം കേൾക്കാം, അല്ലെങ്കിൽ അഭിഭാഷകർക്ക് സൗകര്യപ്രദമായ ഏറ്റവും അടുത്ത ദിവസം തന്നെ വാദം കേൾക്കാം. മുഴുവൻ വാദം കേട്ട് അന്തിമമായ തീരുമാനമെടുക്കാം എന്ന കാര്യമാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. കാരണം ഇത് 2024 മുതൽ തുടങ്ങിയ നിയമ പോരാട്ടമാണ്, നിയമ തർക്കമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു ഇടക്കാല ഉത്തരവിറക്കാൻ ഹൈക്കോടതി വിസമ്മതിക്കുകയാണ്. മുഴുവൻ വാദവും കേട്ട് അന്തിമമായ ഒരു തീരുമാനം തന്നെ എടുക്കാം, അത് എത്രയും വേഗം തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന് സ്റ്റേ നൽകാൻ ഹൈക്കോടതി വിസമ്മതിക്കുകയാണ്. അത്തരമൊരു ഇടക്കാല ഉത്തരവ് നൽകാനാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിസമ്മതിക്കുന്നത്. അത്തരമൊരു കാര്യത്തിൽ, അതായത് ഇതിൽ അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയിലെ തന്നെ മുതിർന്ന അഭിഭാഷകൻ CMRLന് വേണ്ടി ഹാജരായ സിദ്ധാർത്ഥ് ലുത്ര ഹൈക്കോടതിയിൽ വാദം അവതരിപ്പിച്ചത്. അത്തരമൊരു വാദം അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞത് ഒരു ഇടക്കാല ഉത്തരവ് വേണമെന്ന കാര്യമാണ്. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയ കാര്യം, ഇതിൽ മുഴുവനായും തന്നെ ഇതിന്മേൽ വാദം, എതിർപ്പറിയിക്കാൻ ഞങ്ങൾ ഇന്ന് തന്നെ തയ്യാറാണ്, വിശദമായ വാദം അറിയിക്കാൻ തയ്യാറാണ് എന്ന കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. തുടർന്നാണ് CMRL തന്നെ, അതായത് ഞങ്ങളുടെ ഹർജിക്ക് അപ്പീലിന് മറുപടി നൽകാൻ അവർക്ക് സാവകാശം ആവശ്യമാണല്ലോ എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത്.